ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. 2 ദിവസം എനിക്ക് ക്ലാസ് ഇടാൻ പറ്റിയില്ല. ഒന്നാമത് എക്സാമൊക്കെ ആയതുകൊണ്ട് നിങ്ങളും പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ പറ്റിയില്ല, ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞുതരാം. നോക്കിയാൽ ഓഫ് യുവർ കമ്പനി ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഓഫ് യുവറിനെ കണ്ടോ, ഓഫ് യുവർ കമ്പനി. എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രാ കെ സർക്ലസ് ടെർ, ഓർഡിനറി ഡൗൺവേർഡർ ഹൗഡ് തിക്കൻ്റെ നെർ, എക്സ്ട്രാ ഓർഡിനറി. ഇനി നോക്കിക്കേ, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അങ്ങനെ വന്ന എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രാ എഴുതിയിട്ട് ഓർഡിനറിയുടെ ഡൗൺവേർഡർ ഹൗഡ് തിക്കൻ്റ് വരെ എഴുതി വെച്ചു. ജനറൽ മീറ്റിങ്ങിന് ജെ എം ഹൗഡ് എഴുതിയാൽ മതി. ജെ എം ഹൗഡ് ഇൻ്റർസെക്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആവും. ഇനി ഇൻ അക്കോർഡൻസ് വിത്ത് ദി, എൻ കർ ഹൗഡ്, എൻ സർക്ലസ് ടിക്ക് ദി, ഇൻ അക്കോർഡൻസ് വിത്ത് ദി. കണ്ടോ, വിത്ത് വേണ്ട, ഇത് ടെക്സ്റ്റിലുള്ള വേർഡ്സാണ് കേട്ടോ. ഹൈക്കോർട്ട് ഡൗൺവേർഡ് എച്ച് കർ ഹൗഡ്. നമ്മുടെ മലയാളം ഷോർട്ട് ഹാൻഡ് ഹൈക്കോർട്ട് എഴുതുന്നത് ഡൗൺവേർഡ് എച്ച് കെ ഹൗഡാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം കേട്ടോ, ഹൈക്കോർട്ട് കോർട്ട് എന്നുള്ളതിന്. കണ്ടോ, പക്ഷെ ഇംഗ്ലീഷ് കർ ഹൗഡാണ്, എന്നാലും മലയാളം ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് വേണം എഴുതാം. ഡൗൺവേർഡ് എച്ച് കെ ഹൗഡ് എഴുതിയാലും ഹൈക്കോർട്ടെന്ന് വായിക്കാം. ഓക്കെ. ആന്ധ്ര സ്റ്റീൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ആന്ധ്ര സ്റ്റീൽ കോർപ്പറേഷൻ കറല്ലേ, ഇൻ്റർസെക്റ്റ് ചെയ്ത കോർപ്പറേഷനാണ്, എല്ലോടി ചേർത്ത ലിമിറ്റഡ്. ആന്ധ്ര സ്റ്റീൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. അടുത്തത് എൻക്ലോസ്ഡ് ഹിയർ വിത്ത്, എൻക്ലോസ്ഡ് ഹിയർ വിത്ത്. കണ്ട, എൻകൽ സർക്ലസ് ഇത്ത്, ഇത്തല്ല തീ, അപ്പോൾ എൻക്ലോസ്ഡ് ഹിയർ വിത്തായി. അടുത്തത് ഇത് ഇത്ര എഴുതിയാൽ മതി, ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പെർയൂസൽ, പെർ സർക്ലസ് എല്ല്, പെറൂസൽ. നോക്കിയേ, കമൻഡിങ്, കമൻഡ് ഇങ്, കണ്ടോട്ട് എൻഹൗഡ് ഇങ്, കമൻഡിങ്. ക്രൂഷ്യൽ, കെറ് ഷെള്ള്, ക്രൂഷ്യൽ. കൽക്കട്ട, കൽക്കറ്റി. അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കണ്ടോ, മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിക്ക് കെ എഴുതിയാൽ മതി, അങ്ങനെ ഡിസ്റ്റ്മെൻറ്റ് താഴെ എഴുതിയാലും മതി. മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. ഇപ്പോൾ അടുത്തത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓഫ് ദ കമ്പനി. സ്റ്റോക്ക് ഇൻ ട്രേഡ്, സ്റ്റീലൂപ്പ് ഗ്യാസ് ടെർഹൗഡ്, ഡിസ്റ്റ്മെൻറ്റ് കെ എഴുതിയാൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആവും. ക്രെഡിറ്റേഴ്സ്, കർ ഡി ഡബിൾഡ് സർക്ലസ്, ക്രെഡിറ്റേഴ്സ്. പ്രഷറൈസ്ഡ്, പെർ ഷെർ സ്റ്റീലൂപ്പ്, പ്രഷറൈസ്ഡ്. ഇനി വെൽത്ത്, വെല്ല് ഇത്ത്. അണ്ടർഗ്രൗണ്ട്, എൻഹൗഡ് തിക്കൻ്റ് ഗെർഹൗഡ് എൻഹുക്ക്, അണ്ടർഗ്രൗണ്ട്. അണ്ടർ ടേക്കിംഗ്, എൻഹൗഡ് തിക്കൻ്റ് അണ്ടർ എഴുതിയിട്ട് ടി കെ ഇങ് സർക്ലസ് എഴുതിയാൽ മതി, ടേക്കിങ്സ്. പിറ്റ്സ് ഹെഡ്, പിറ്റ് ഹെഡ്, പി ഹൗഡ് പൊടച്ച് ഡി, പിറ്റ് ഹെഡ്. മേക്ക് അറേഞ്ച്മെൻറ്റ്, മേക്ക് എഴുതിയിട്ട് അറേഞ്ച്മെൻറ്റിന് വേണ്ടി ആ ഡൗൺവേർഡ് ആർ എൻഹുക്ക് എഴുതാമെന്ന് പഠിച്ചാൽ ഡൗൺവേർഡ് ആർ കേട്ടോ. മേക്ക് അറേഞ്ച്മെൻറ്റ്സ്. അടുത്തത് സങ്ക്, SUNK, സങ്ക്, സർക്ലസ് ഇങ് കെ. അടുത്തത് ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി, ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. കണ്ടോ, ഡി പെർഹൗഡ് സർക്ലസ് കെ ഹൗഡ് എൻഹുക്ക് റേ, ഡിഫറൻറ്റ് പാർട്സ് പെർഹൗഡ് സർക്ലസ് കെ ഹൗഡ് എൻഹുക്ക് റേ. അല്ലെങ്കിൽ ഇങ്ങനെ കെ ഡബിൾഡ് എഴുതാം, ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇങ്ങനെ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി എഴുതുമ്പോഴത്തേക്ക് ഡിഫറൻറ്റ് ഡി ത്രൂ ദി ലൈൻ, പാർട്സ് പെർ ഹൗഡ് സർക്ലസ്, പിന്നെ കെ ഡബിൾഡ് എൻ ഹുക്ക് എഴുതിയാലും ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി എന്ന് വായിക്കും. കണ്ടോ, കെ ഡബിൾഡ് എൻ ഹുക്ക് എഴുതിയ കൺട്രി എന്ന് വായിക്കാമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, അത് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇതുപോലെ ഡിഫറൻറ്റ് എഴുതിയിട്ട് പെർ ഹൗഡ് സർക്ലസ് കെ ഹൗഡ് എൻ ഹുക്ക് റേ. അതിൽ എളുപ്പം ഇതാണ്.
ഇൻ ദിസ് കൺട്രി ഒക്കെ എഴുതുകയല്ലേ, ഇൻ ദിസ് കൺട്രി, ഇത് ഇങ്ങനെ ഇൻ ദിസ് കൺട്രി ഉണ്ടോ, KEEN ഹുക്ക്, ഇൻ ദിസ് കൺട്രി, ഓഫ് ദ കൺട്രി, ഇങ്ങനെ അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ അൺതിങ്കബിൾ, എഴുതിയിട്ട് തിങ്ക്, ഇത്തല്ലേ തിങ്ക്, ഇത്ത് ഓൺ ദി ലൈൻ തിങ്ക്, അപ്പോൾ അൺതിങ്കബിൾ, ഇത്ത് ബെള്ള്. അടുത്തത് കോംപ്ലസൻസി, കണ്ടോട്ട് പെൾ സർക്ലസ് എൻ സ്ട്രോക്കസ്, കോംപ്ലസൻസി. അടുത്ത് നോക്കിക്കേ, അൺഎംപ്ലോയിഡ്, എംപ്ലോയിഡ്, വരയ്ക്ക് താഴെ എഴുതിയാൽ മതി, അൺഎംപ്ലോയ്മെൻ്റ് ആവും, അൺഎംപ്ലോയിഡ് ആവും. അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കൂടി കൊടുത്താലും കുഴപ്പമില്ല, അൺഎംപ്ലോയിഡ്. കണ്ടോ, വെൽ ട്രസ്ഡ്, എഴുതിയിട്ട് സ്റ്റീലുപ്പ്, വെൽ ട്രസ്ഡ്. ഓർഡിനറി, ഡൗൺ ബൈ ഹൗഡ് തിക്കൻ്റെ ഡിസ്ക്രൈബ്ഡ്, ബിഹൗഡ്, ഡിസ്ക്രൈബ്ഡ്. കണ്ടോ. അടുത്തത് സംഘ് എഴുതിയിട്ടുണ്ടായിരുന്നു, സംഘ് നോക്കിയേ, ഔട്ട് മോഡഡ്, ഔട്ട് എഴുതിയിട്ട് ഡിഹൗഡ്, ഔട്ട് മോഡഡ്. അടുത്തത് സെക്രട്ടേറിയറ്റ്, റേഹൗഡ്, സെക്രട്ടേറിയറ്റ്. ഇത്ര വേർഡ്സാണ് ഇന്നത്തെ സ്പീഡിൽ വരുന്നത്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് സ്പീഡ് വായിച്ചു തരാം കേട്ടോ. പ്രാക്ടീസ് ചെയ്തിട്ട് സ്പീഡ് എഴുതാവുള്ളൂ, എന്നാലേ എളുപ്പം എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സ്പീഡ് വായിക്കാം. ഓക്കെ. Ladies and gentlemen, we, the two directors of your company, wish to place before you certain facts on the eve of the important extraordinary general meeting of the company to be held on 12th July 1977 in accordance with an order dated 25th May 1977 of the Honorable Mr. Justice of the Calcutta High Court, passed on an application made by one of us under Section 397 of the Companies Act 1956 in respect of Andhra Steel Corporation Limited. A copy of the said order is enclosed herewith. Records of the said proceedings are available with us for your perusal. Without in any way commenting on the pending matters, we feel it to be our duty to apprise you of the following. Undoubtedly, the company is facing a crisis with a receiver appointed by court on or about 27th May 1977 over the pledged assets of the company on a suit filed by the Bank of India in the Calcutta High Court for the recovery of a sum exceeding 5.5 crores of rupees, and the time has come when you, the shareholders of the company, should decide for yourself with whom you want to entrust the assets, funds, business affairs and management of the company at this crucial moment when the future of the company itself is at stake. All the stock in trade of the company at its 3 units are now under the control and possession of the receiver, and unless Bank of India's dues are met or paid, or some arrangement is arrived at with the bank, it would not at all be possible for the company to carry on normal business any further.
it is highly improbable that the company would be able to arrive at any understanding or arrangement with the Bank of India or other creditors of the company whose debits on a conservative estimate exceed rupees 7 crores of if the company were represented by a group of under the misguided leadership of act according to his bidding. The group have done well for themselves in gaining control of the company, but its effect on the company and its shareholders has been utter disaster. Indian Mittal has not only packed the board of directors of the company with his obedient yes men, but has planned to exert and pressurized high government officials and circles in such a manner that a seasoned and responsible second speed കേട്ടോ. Ready? Mr. Chairman, sir, first of all, we have to think of the wealth that is underground and then take out the wealth to the surface. This can be done only by public sector undertakings or by the government or by the very rich people. Even so, the return is not immediate. Take, for instance, the coal mines. By the time you dig a pithead, pithead make arrangements for the roads, etc., and take the labor there and begin to go to the surface of the coal, which is a few hundred feet down below. It take a couple of years or more, by which time you have sunk a lot of money already. Then we got to take it out, take to the rail heads and arrange to send to different parts of the country. In a situation like this, it is unthinkable to me that the Honorable Minister will take with complacency the amount of coal that is lying waste in different parts of the country. How soon can this be disposed of is a matter of concern to everyone. For one thing, as long as the surplus remains, may be due to the shortage of wagons or other causes. To that extent, labor will remain unemployed. What is the condition of labor here? The Honorable Minister must have visited a number of mines in foreign countries. Each miner who gets there has got a good house and is well dressed. He changes his clothes, puts on dirty ones, goes inside the mine, works for 7 to 8 hours, and comes out. A good hot water, towel, etc., is supplied to him, and he changes his clothes again and goes back in a posh car. This is the fate of an
ordinary worker there, but see the fate of the workers in our country. It cannot be described if a progressive minded person like does not say anything about the future policy of the government in the support that he has presented here. What have we to say about it? This report is outmoded. It is for 1970-71 when this government was not in existence. Should he have not got something to say about the future policy of the government, the new look about it? This report is prepared by the Secretariat, who have no such new look at all. Therefore, I feel, apart from answering certain criticism that has been made, he should spell out before this House. എഴുതി നോക്കട്ടെ, അല്പം സ്പീഡ് കൂട്ടിയേ വായിച്ചേ, കുറച്ച് വായിച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതുകയുള്ളൂ. പക്ഷെ ഞാൻ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സ്പീഡ് കൂടിക്കോളും കേട്ടോ. അതുകൊണ്ടാണ് ഒരു 1/2 മിനിറ്റ് കുറച്ചാണ് വായിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി, എന്നാൽ പ്രാക്ടീസ് ചെയ്യ്.